ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പദങ്ങൾക്കെതിരെയുള്ള വിമർശനം അടക്കം ഉന്നയിച്ചു. അതിന് മറുപടി വേണം. ഒപ്പം ഇത്തരമൊരു ശ്രമം അത് ആരംഭിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത്. അതാണ് ഫാദർ പറഞ്ഞു വെക്കുന്നത്. അത് ശ്ലാഘനീയമാണ്. അത്തരം ശ്രമങ്ങൾ വേണം. എന്തെങ്കിലും തരത്തിലുള്ള കല്ലുകടികൾ, ഇത്തരം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്ത് ഈ അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പുറകോട്ട് മാറ്റാൻ അത്തരം ശ്രമങ്ങളെ, അതിനെ അഭിനന്ദിച്ചുകൂടെ? തീർച്ചയായിട്ടും, അതിനെന്താ സംശയം? അതായത് അത് അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നതിന് പകരം കൂടുതൽ വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയും വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആശങ്ക ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാനൊരു ഏതെങ്കിലും തീവ്ര മത വിശ്വാസിയല്ല. ഒരു മതം മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ഒരാളല്ല. എല്ലാ മതങ്ങളിലും നന്മയുണ്ട്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും അതിൻ്റെതായ സങ്കുചിതത്വങ്ങളും ഉണ്ട്. ഈ സങ്കുചിതത്വങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് എല്ലാ മതങ്ങളെയും ആശ്ലേഷിച്ച് എല്ലാ മതധാരകളെയും ഉൾക്കൊണ്ട് ആ ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത്. ആ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും അത്തരത്തിലുള്ള ഒരു ആശ്ലേഷിക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ, എല്ലാവർക്കും ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഹിന്ദുമതത്തോളം ആ ഒരു സാർവലൗകികത അല്ലെങ്കിൽ ആ ഒരു വിശാലത കാണിച്ച വേറൊരു മതം ഉണ്ടോ ലോകത്ത്? ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ ഹിന്ദുമതത്തെ കള്ളറകളിലേക്ക് ഒതുക്കിക്കൊണ്ട് അതിന്റെ നന്മകളെ മാറ്റി നിർത്തി അതിന്റെ സങ്കുചിതത്വങ്ങളെ മുന്നോട്ട് വെച്ച് അത് ഉപയോഗിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നിടത്താണ് പ്രശ്നം. അതിനുവേണ്ടി പല രീതികൾ ഉപയോഗിക്കുന്നു. ഇപ്പോ ഷാബു പ്രസാദിന്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും ഞങ്ങൾ നല്ല സൗഹൃദം പാലിക്കുന്ന, വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോഴും അതിനെ ഉൾക്കൊണ്ട് ബഹുമാനിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എവിടെയാണ് ആരുടെ ഭക്ഷണ രീതികളെയാണ് നിഷേധിക്കുന്നത്, ആർക്കെതിരെയാണ് പെരുമാറുന്നത്, ആരുടെ വസ്ത്രധാരണ രീതികളെയാണ് എതിർത്തത്, തടുത്തത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ഈ കേരളത്തിലടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഗോവധ നിരോധനത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഗോമാംസം ഭക്ഷിക്കുന്നതിന്റെ പേരിലും പലരും ആക്രമിക്കപ്പെട്ടതും തല്ലി കൊല്ലപ്പെട്ടതും നമ്മുടെ കൺമുന്നിലുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് എ ഫാക്ട്. ചില വസ്തുതകൾ അതിനകത്ത് ബിജെപിക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ മുഖ്യധാരയിലുള്ള ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു മതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ പലയിടത്തും വേട്ടകൾ നടക്കുന്നുണ്ട്. അത് കർണാടകത്തിൽ നമ്മൾ കണ്ടു, ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ കർണാടകയിൽ ഹിജാബ് നിരോധനം വന്നു. ആ ഹിജാബ് നിരോധനത്തിലേക്ക് പോയത് ഒരുപക്ഷെ അതൊരു അനിവാര്യ മറുവശത്തുള്ള സംഗീതത്വവും നിർബന്ധ ബുദ്ധിയും ദുശാഠ്യവും അതിന് വഴിവെച്ചു എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി വേണമെങ്കിൽ ഒരു പരിധിവരെ അംഗീകരിക്കാമെങ്കിൽ പോലും അത് നിരോധനം വന്നു എന്നതൊരു വസ്തുതയാണ്. ആ കാര്യങ്ങൾ നമ്മൾ തീർത്തും അവഗണിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ ഏറ്റവും ഉദാത്തമായ രീതിയിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയരുത്. ഒരുപക്ഷെ ബിജെപിയോ സംഘപരിവാർ സംഘടനകൾക്കോ അതിനൊക്കെ അപ്പുറത്ത് പല വളരെ നമ്മുടെ കണ്ണഞ്ചിറ ഫാദർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലയിടത്തും ക്രിസ്മസ് ആഘോഷം വിലക്കുന്ന സാഹചര്യമുണ്ട്. ആ വിലക്കണം അല്ലെങ്കിൽ അത് അനുവദിക്കാത്ത സ്കൂളുകളിലും അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലും അത് അനുവദിക്കാതിരിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് പേരിനെങ്കിലും ഹൈന്ദവ സംഘടനകൾ തന്നെയാണ്. പേരിലെങ്കിലും ഹൈന്ദവ മുഖമുള്ള സംഘടനകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ബിജെപി ആണെന്ന് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിജെപിക്ക് ഉത്തരവാദിത്തമില്ല. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് ഇത്രയധികം ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സഭാവിശ്വാസികളെയും ആ സമൂഹത്തിലെ പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് കരോളില് ശ്രീ അമിത്ഷാ ബഹുമാനനായ ആഭ്യന്തരമന്ത്രി ആ പള്ളി സന്ദർശിക്കുന്നു. പലയിടത്തും ക്രിസ്മസ് കരോളിനെ സ്വീകരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ ഈ പറഞ്ഞ പോലെ സന്ദർശനം നടക്കുന്നു. ഇത് മുഴുവൻ നിർദോഷമായ തീർത്തും നിഷ്കളങ്കമായ കാര്യങ്ങളാണ് എന്ന് അല്പം രാഷ്ട്രീയം വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ രഞ്ജിത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഈ സമീപകാലത്ത് ബിജെപി കേരളത്തിലെ ക്രൈസ്തവ അരമനകളിലും മേലധ്യക്ഷന്മാരുമായിട്ട് കാണിക്കുന്ന ആ സൗഹൃദത്തിന്റെ പിന്നിൽ ഒരല്പം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുക. സ്വാഭാവികമായി രാഷ്ട്രീയ കക്ഷിയാകുമ്പോൾ അത്തരം ലക്ഷ്യങ്ങളും കാണുമല്ലോ. അല്ലാതെ നമ്മൾ അതിനെ മറ്റു തരത്തിലേക്ക് മാത്രം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അവർക്ക് ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഷാഹു പ്രസാദ് പറഞ്ഞു വെച്ചു, ദീർഘകാല ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത് ഈ തരത്തിലാകുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റു ചില അർത്ഥതലങ്ങൾ കൂടി ഉണ്ടല്ലോ. ഒരു സൗഹാർദ്ദം, ഈ ന്യൂനപക്ഷങ്ങളുടെ ക്രിസ്ത്യൻസ് ഇടയിലുള്ള ബിജെപിയെ സംബന്ധിച്ചുള്ള ഒരു ഭയം, അതൊക്കെ മാറ്റിയെടുക്കുക, അതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്.
നമ്മൾ വിചാരിക്കുന്ന അത്രയും, അതായത് ആ സർവമത സാഹോദര്യം, അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും തുല്യ പരിഗണനയോടെ അംഗീകരിക്കുക, ആദരിക്കുക, അവരുടെ വിശ്വാസങ്ങളെ പരമാവധി ബഹുമാനിക്കുക, ഇതൊക്കെ ഏറ്റവും ഉദാത്തമായ സംഗതികൾ തന്നെയാണ്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടിയ അളവിൽ കേരളത്തിൽ ഇത് നടക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, തൃശ്ശൂര് ആണ് മാർപ്പാപ്പയുടെ സന്ദർശനത്തിന്റെ ഏറ്റവും ഫോക്കൽ പോയിന്റുകളിലൊന്ന് തൃശ്ശൂരായിരിക്കും എന്ന് താങ്കൾ സൂചിപ്പിച്ചു. ആയിരിക്കട്ടെ. പണ്ട് മാർപ്പാപ്പയുടെ സന്ദർശനം തൃശ്ശൂരിൽ സൃഷ്ടിച്ച അവിസ്മരണീയമായ അനുഭവത്തിന്റെ സാക്ഷിയും പങ്കാളിയും ഒക്കെ തന്നെയാണ് ഞാനും. അതൊരു നല്ല കാര്യം തന്നെ. പക്ഷെ അതൊരു ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക ടൂളായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്നൊരിതാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നതും സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിലായിരിക്കും. അപ്പൊ അത് ഈ സന്ദർശനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു, മാർപ്പാപ്പ വരുന്നു, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവർക്കിടയിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭാംഗങ്ങൾക്കിടയിൽ അതൊരു ആവേശം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അത് ഒരുപക്ഷെ BJP ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രക്രിയക്ക് കുറെ കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. BJP അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷി, അങ്ങനെ അസ്പൃശ്യരാണ്, അകറ്റി നിർത്തേണ്ടവരാണ്, ആ പേര് കേട്ടാൽ തന്നെ എതിർക്കണം, ചാടി വീഴണം എന്ന രീതിയിലൂടെ ചില പാർട്ടികൾ ആ രീതിയിലുള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഫോബിയ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊന്നും നമുക്ക് യോജിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇടയ്ക്കെങ്കിലും ആ ഒരു ഫോബിയയ്ക്ക് എന്താ പറയാ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള നടപടികൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും നമ്മൾ മറന്നുകൂടാ.